എന്താടാ നീ ഇപ്പൊ ബുക്ക് തിന്നുവോ? നീ ഇരുന്ന് ഫോൺ തിന്നി. അച്ഛൻ രാവിലെ പോയല്ലേ? ഓ പോയടി, സൈറ്റിൽ പോയിട്ട് അവിടുന്ന് പിന്നെ അക്ഷയയിലും കയറി ഇവിടെ RT ഓഫീസിലും പോയിട്ട് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ആയുധത്തിന് പാൻ കാർഡിന്റെ നമ്പർ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ബാങ്കിൽ പോയി ഇത് രണ്ടും സെറ്റാക്കി. ഏത് മറ്റേ ചെക്ക് ബുക്കും പാസ്ബുക്കും. ലൈസൻസ് കിട്ടിയാ? 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് തോന്നുന്നു. എടാ അത് ആരെങ്കിലും കയ്യിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് തിരിച്ചു തരണ്ടല്ലേ? അതിന്റെ അത് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. സംഭവം അച്ഛൻ ആ പേഴ്സ് വെച്ചിരുന്ന ആ ബാഗിനകത്തായിരുന്നു. പേഴ്സിനകത്ത് 1500 രൂപ എങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും കൈ സാധനം കിട്ടിയാൽ തന്നെ തപ്പുന്നതിനിടയ്ക്ക് 1500 രൂപ കൈ കിട്ടിയാൽ അത് എടുത്തിട്ട് ബാഗ് എടുത്തായാലും കുറ്റിക്കാട്ടി ഇടും. അങ്ങനെ ഇടുന്നവരും ഉണ്ടല്ലോ. അത് ശരിയാണേ ചേട്ടൻ 2-3 ദിവസം ഒരു കടം തപ്പല്ലേ? തപ്പ സ്ഥലമൊന്നും ബാക്കിയില്ല. അച്ഛൻ കേറിയ 2 ഓട്ടോ, പോയ വർക്ക് സൈറ്റ്, എഞ്ചിനീയറിന്റെ വീട്, ഓഫീസ്, വേറെ ഏതൊരു ഓഫീസ്, ഏതെല്ലാം സ്ഥലത്ത് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ പോലെ അച്ഛൻ പോയി നോക്കിയെന്നറിയോ? ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി തിരിച്ച് സൈറ്റിലെത്തി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അറിയണത് കയ്യിൽ ബാഗില്ലെന്ന്. ആ ഫോൺ ബാഗിൽ വെക്കാനാ ബാഗ്, അല്ലെങ്കിൽ അതും പോയേനെ. ചേട്ടാ സ്ഥിരം യൂസ് ചെയ്യുന്ന ബാഗല്ലല്ലോ, അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയി കാണും. അല്ലെങ്കിൽ കേശു പറഞ്ഞ പോലെ 1500 രൂപ എടുത്തിട്ട് ആരെങ്കിലും വലിച്ചെറിഞ്ഞോ? എന്തായാലും ആശ എപ്പോഴും പിറുപിടുത്തോണ്ട് നടക്കുകയാണ്. ATM കാർഡ് പോയി, ലൈസൻസ് പോയി എന്നൊക്കെ പറഞ്ഞു. ഈ ലോട്ടറിയുടെ കാര്യം പറയുമ്പോൾ മാത്രം കണ്ണിൽ കൂടെ വെള്ളം വരും. പാവം, ഇതൊക്കെ പ്രതീക്ഷയായിരുന്നു. എന്താ ബാഗ് പോയതിന്റെ കാര്യം പറഞ്ഞ് ചർച്ച ആയിരിക്കും അല്ലേ? ബാക്കിയുള്ളവർക്ക് കൂടെ മനസ്സമ്മാനം തരില്ല ഒരു ബാഗ് കാരണം. ഈ പോയ സാധനത്തിന്റെ എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ പ്രശ്നം തീരുമല്ലോ. നിർത്ത്. അല്ല അച്ഛനിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണ കാണുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പക്ഷെ കാരണം എന്താന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. ബാഗ് നഷ്ടപ്പെട്ട വ്യക്തി എത്തിയല്ലോ. നഷ്ടപ്പെടുന്ന കളിയാക്കണേടേ. ഇന്ന് രാവിലെ ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ ബാഗ് ആറ്റി കൂടെ ഒഴുകി പോണത്. പുതിയ ATM കിട്ടും, പിന്നെ ആധാർ കിട്ടിയല്ല, പാൻ കാർഡ് കിട്ടും, പിന്നെ ബാങ്കിലുള്ള രസീതെല്ലാം കൂടെ ഞാൻ പോയി സംസാരിച്ച് അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഓഹ് അത് വിട്. ബാഗിൻ്റെ കാര്യമൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷെ എന്നാലും മനസ്സിൽ നിന്ന് പോകണ്ടേ. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തിനാണ് വാങ്ങിച്ചത്, അതിൻ്റെ വില എത്രയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ? അല്ല സാർ, ഞാൻ അച്ഛനടുത്ത് ഒരു തവണ ചോദിച്ചായിരുന്നു, പക്ഷെ അച്ഛൻ മൈൻഡ് ചെയ്തില്ല. അതൊക്കെ പോട്ടെ. ലൈസൻസ് ഒന്ന് കിട്ടുമായിരിക്കും അല്ലേ? ഓ ലൈസൻസിന്റെ കാര്യം അങ്ങ് വിട്. ഈ ഷെഡിൽ പുതിയ കാറൊന്നും കിടപ്പില്ലല്ലോ ഇപ്പം ലൈസൻസ് ഇട്ടിട്ട് ഓടിക്കാനായിട്ട്. പറഞ്ഞാലും അത് ശരിയാണല്ലേ. പക്ഷെ എൻ്റെ ലോട്ടറിയുടെ കാര്യം ആലോചിക്കുമ്പോഴായിരിക്കും അത് അടിക്കേണ്ട ലോട്ടറിയാണ്. എൻ്റെ കാര്യം പിന്നെ അങ്ങനെ തന്നെ, കൈക്ക് എത്ര വായിലെത്തൂലല്ലേ. പക്ഷേ എൻ്റെ പേഴ്സിലെ ഇതൊരു പഴയ ഗൗരി വരായ് വിളിച്ചു വന്നേ. കേശുവേ ബാ ബാ. പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, വരമ്പ് മീശയുള്ള പഴുതാര മീശയുള്ള പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ അതുപോലെ വില കൊടുപ്പോൾ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.